എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിലെ ബാലകാണ്ഡത്തിലെ 2ാമത്തെ സർഗം നമ്മൾ ആരംഭിക്കുകയാണ്. നാരദൻ എല്ലാ കാര്യങ്ങളും വാൽമീകിക്ക് പറഞ്ഞു കൊടുത്തു. വാൽമീകി ചോദിച്ചിട്ട് തന്നെയാണ് ആരെ പറ്റിയിട്ടാണ് ഞാൻ വർണ്ണിക്കേണ്ടത്. എനിക്ക് വാഗ്വിലാസം വന്നു, വാക്കുകൾ എൻ്റെ ഉള്ളിലിങ്ങനെ ഉയർന്നുയർന്നു വരുന്നുണ്ട്. ആരെങ്കിലുമൊക്കെ വർണ്ണിച്ചാൽ നല്ലതാണ്. അതിനായിട്ട് ആരെയാണ് കണ്ടെത്തേണ്ടത്, ആരാണ് ആ പുരുഷോത്തമൻ എന്നൊക്കെ ചോദിച്ചപ്പോൾ അതിനുള്ള മറുപടിയായിട്ട് ശ്രീരാമൻ്റെ കഥ മുഴുവനും നാരദൻ വാൽമീകിക്ക് ചുരുക്കി പറഞ്ഞു കൊടുക്കുക ചെയ്തത്. അതിനുശേഷം നാരദൻ പോയി ഈ കഥ വായിക്കുന്നവനും കേൾക്കുന്നവനും ഒക്കെ മംഗളുണ്ടാവട്ടെ എന്നൊക്കെ ആശംസിച്ചിട്ട് നാരദൻ പോണതായിട്ടാണ് പറയണത്. അതാണ് 2ാമത്തെ സർഗം. അങ്ങനെയാണ് ആരംഭിക്കുന്നത്. അനുഷ്ടുപ്പ് വൃത്തത്തിൽ തന്നെയാണ് ശ്ലോകങ്ങളൊക്കെ വരണത്. ആദ്യം നമുക്ക് 1ാമത്തെ ശ്ലോകം നോക്കാം. നാരദസ്യ തു തദ്വാക്യം ശ്രുത്വാ വാക്യവിശാരദ പൂജയാമാസ ധർമാത്മാ സഹ ശിഷ്യോ മഹാമുനിം. നാരദൻ പറഞ്ഞു കേട്ടതായ വാക്കുകൾ, കഴിഞ്ഞ ഒരു സർഗം മുഴുവനും ഏതാണ്ട് പകുതി മുക്കാലും ശ്രീരാമനെ പറ്റിയിട്ടുള്ള വർണ്ണനകളായിരുന്നു. ആ വാക്കുകളൊക്കെ കേട്ടിട്ട് നാരദസ്യ തദ്വാക്യം ശ്രുത്വ, നാരദൻ പറഞ്ഞതായ വാക്കുകളൊക്കെ വർണ്ണനകളൊക്കെ കേട്ടിട്ട് വാക്യവിശാരദ ധർമാത്മാ, വാക്യവിശാരദനും ധർമാത്മാവുമായ, വാക്യവിശാരദൻ എന്ന് പറഞ്ഞാൽ പാണ്ഡിത്യം വന്നു ചേർന്നവൻ, അക്ഷരങ്ങളെ വാക്കുകളെ പദങ്ങളൊക്കെ ഇടതടവില്ലാതെ പ്രയോഗിക്കാൻ പറ്റുന്ന ആ ഒരു അവസ്ഥയിലേക്ക് ആയിത്തീർന്നു വാൽമീകി. അതിനു മുമ്പ് അങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. അങ്ങനെ വാക്യപടുവായിത്തീർന്ന ധർമാത്മാവായിട്ടുള്ള, ധാർമ്മികനാണ്, ധർമ്മത്തെ മുറുകെ പിടിക്കണമെന്നും ധാർമ്മികനായിട്ടുള്ള ഒരാളെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്, രാജ്യത്തിലെ മറ്റു ജനങ്ങൾക്ക് വേണ്ടിയിട്ട് വർണ്ണിച്ച് കേൾപ്പിച്ചു കൊടുക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവനുമായ ധർമാത്മാവായിട്ടുള്ള ആ മുനി, അതായത് വാൽമീകി, സഹശിഷ്യ, സഹശിഷ്യ എന്ന് വെച്ചാൽ ശിഷ്യന്മാരോട് കൂടിയിട്ട് മഹാമുനിം പൂജയാമാസ, നാരദനെ പൂജിച്ചു. അപ്പം നാരദൻ പറഞ്ഞ വാക്കുകളൊക്കെ കേട്ടിട്ട് നാരദനെ തന്നെ പൂജിച്ചു. അപ്പം നാരദൻ എന്നുള്ളതിൽ ആദ്യം നാരദസ്യ എന്ന് ഷഷ്ഠിയിൽ പറഞ്ഞു. നാരദൻ്റെ വാക്കുകൾ കേട്ടിട്ട് മഹാമുനിയെ പൂജിച്ചു എന്ന് പറയുമ്പോൾ വേറെ അവിടെ മുനിമാരാരുമില്ല, നാരദനെ തന്നെയാണ് പൂജിച്ചത്. സഹശിഷ്യോ മഹാമുനിം പൂജയാമാസ, വേണ്ട പൂജകളൊക്കെ ചെയ്തു. അതായത് തനിക്ക് ഇത്ര വലിയൊരു ഉപദേശം, നല്ല നല്ല കഥകൾ മുഴുവനും പറഞ്ഞു തന്നൂലോ എന്നുള്ള ആ ഒരു സന്തോഷത്തോട് കൂടിയിട്ട്, ആശ്രമത്തിലായിരുന്നല്ലോ, വാൽമീകിയുടെ ആശ്രമത്തിലായിരുന്നു, അവിടെ കൂടിയിരുന്ന തൻ്റെ ശിഷ്യന്മാരൊക്കെ കൂടിയിട്ട് വാൽമീകിയും കൂടിയിട്ട് നാരദനെ പ്രദക്ഷിണം വച്ച് നമസ്കരിക്കുകയും പൂജിക്കുകയും ഒക്കെ ചെയ്തു. അതാണ് 1ാമത്തെ ശ്ലോകത്തിൽ പറയണത്. ഇനി 2ാമത്തെ ശ്ലോകം നോക്കാം. യഥാവത് പൂജിതസ്തേന ദേവർഷ്യർനാരദസ്തഥാ ആവൃച്ഛൈവാഭ്യനുജ്ഞാത സജഗാമവിഹായസം. അങ്ങനെ പൂജകളൊക്കെ കിട്ടി, രണ്ടുപേരും തമ്മിൽ വളരെ സന്തോഷത്തോടു കൂടി കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിരിയാൻ പുറപ്പെടുകയാണ്. അതാണ് പറയണത്. യഥാവത് പൂജിതസ്തേന ദേവർഷ്യർ നാരദസ്തഥാ, അപ്രകാരമൊക്കെ, തഥാ യഥാവത് പൂജിത തേന പൂജിത ദേവർഷി, അപ്രകാരമൊക്കെ ആ വാൽമീകിയാൽ പൂജിക്കപ്പെട്ടവനായ ദേവർഷി നാരദൻ എല്ലാം വിധിപ്രകാരം തന്നെയാണ് ചെയ്തത്. അതുകൊണ്ടാണ് യഥാവത്, ഒരു ദേവർഷിയെ എങ്ങനെയൊക്കെ വന്ദിക്കണം, എങ്ങനെയൊക്കെ ആരാധിക്കണം, പൂജിക്കണം എന്നുള്ളതിൻ്റെ ആ ചിട്ടവട്ടങ്ങളും ക്രമങ്ങളും ഒന്നും തെറ്റാതെ ആരാധിച്ചു. അപ്പോൾ അതിനൊക്കെ ശേഷം ദേവർഷി പൂജിക്കപ്പെട്ടവനായി തീർന്നു നാരദൻ. അതിനുശേഷം എന്താണ് ചെയ്തത്? ആവൃച്ഛൈവ അഭ്യനുജ്ഞാത, ആവൃച്ഛ എന്നുള്ള വാക്കിന് യാത്രാനുമതി ചോദിക്കുക എന്നർത്ഥം. ആവൃച്ഛസ്വപ്രിയ സഖമമും തുംഗമാലിംഗ്യ ശൈലം എന്ന് മേഘസന്ദേശത്തിൽ കാളിദാസൻ പറയുന്നുണ്ട്. ആ പർവ്വതത്തിനെ, രാമഗിരിയെ കെട്ടിപ്പിടിച്ചിട്ട് അതിനോട് യാത്ര പറഞ്ഞോളൂ മേഘമേ എന്ന്. അപ്പോൾ യാത്ര പുറപ്പെടുകയാണ്, നാരദൻ പോവാൻ പുറപ്പെടുകയാണ്. അപ്പോൾ അതിനു മുമ്പ് എന്തു ചെയ്തു? ആവൃച്ഛ, യാത്രാനുമതി ചോദിച്ചിട്ട്, അഭ്യനുജ്ഞാത, മറുപടിയും കിട്ടി. എന്നാൽ ആവട്ടെ, കാണാം, വീണ്ടും കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് യാത്രാ അനുമതി കൊടുക്കുകയും ചെയ്തു വാൽമീകി. അഭ്യനുജ്ഞാത. അതിനുശേഷം വിഹായസം ജഗാമ, നാരദൻ വിഹായസിലേക്ക്, ആകാശമാർഗത്തിലേക്ക് യാത്രയാവുകയും ചെയ്തു. അവിടെ നിന്ന് നാരദനൊക്കെ അങ്ങനെയാണ്, ആകാശമാർഗത്തിൽ കൂടെയാണ് സഞ്ചരിക്കുക. അവർക്ക് നടക്കേണ്ട കാര്യമൊന്നുമില്ല.
അവരുടെ യോഗാഭ്യാസ ബലങ്ങളെ കൊണ്ട് അവർക്ക് ആകാശമാർഗങ്ങളിലൂടെ വിവിധ ലോകങ്ങളിലേക്ക് സഞ്ചരിക്കാൻ കഴിയും. അങ്ങനെ നാരദൻ വാൽമീകിയുടെ അടുത്ത് നിന്ന് യാത്രയൊക്കെ ചോദിച്ചിട്ട് പോയി. അതാണ് ആപൃച്ഛ്യ ഏവ അഭ്യനുജ്ഞാത. യാത്രാനുമതി ചോദിച്ചു, വാൽമീകി കൊടുക്കുകയും ചെയ്തു. അങ്ങനെ വിഹായസം സ നാരദ ജഗാമ. ദേവർഷിയായിട്ടുള്ള നാരദൻ ആകാശമാർഗത്തിലേക്ക് പോവുകയും ചെയ്തു. അതിനുശേഷം എന്താണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയണത് നോക്കാം. സമുഹൂർത്തം ഗതേ തസ്മിൻ ദേവലോകം മുനിസ്തദാ ജഗാമ തമസാതീരം ജാഹ്നവ്യാസ്ത്വവിദൂരത. അങ്ങനെ ദേവർഷി നാരദൻ പോയപ്പോൾ, അതാണ് ആദ്യത്തെ വരിയിൽ പറയണത്, സമുഹൂർത്തം ഗതേ തസ്മിൻ ദേവലോകം മുനിസ്തദാ. തഥാ അപ്പോൾ ആ മുനി, മഹാമുനി ദേവർഷിയായിട്ടുള്ള നാരദൻ സ്വർഗലോകത്തിലേക്ക് പോയപ്പോൾ, തസ്മിൻ ഗതേ സതി, തസ്മിൻ ദേവലോകം ഗതേ സതി, അതായത് സതിസപ്തമിയാണ്. തസ്മിൻ നാരദേ ദേവലോകം ഗതേ സതി. വാൽമീകിയുടെ ആശ്രമത്തിൽ നിന്ന് യാത്ര പറഞ്ഞിട്ട് നാരദൻ സ്വർഗലോകത്തിലേക്ക് പോയപ്പോൾ, സമുഹൂർത്തം മുനി, അതേ സമയത്ത് തന്നെ, അപ്പോൾ തന്നെ, വൈകാതെ, അതായത് നാരദൻ വിടവാങ്ങിയതിൽ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു നിമിഷ നേരത്തേക്കൊക്കെ അവിടെ നിന്നിട്ട് പിന്നെയാണ് ആലോചിച്ചത്, എന്താണ്, സന്ധ്യാവന്ദനത്തിന്, ഉച്ചയ്ക്കൊക്കെയുള്ള സന്ധ്യാവന്ദനത്തിന് നേരമായി എന്ന് മനസ്സിലാക്കിയിട്ട് സമുഹൂർത്തം, ഒരു അല്പസമയം കഴിഞ്ഞിട്ട് ഉടനെ തന്നെ വാൽമീകി, ആ വാൽമീകി മുനി എങ്ങടാണ് പോയത്? ജാഹ്നവ്യാഹ അവിദൂരത തമസാതീരം ജഗാമ. ജാഹ്നവിയിൽ നിന്നും അധികം ദൂരത്തല്ലാത്ത മറ്റൊരു നദിയുണ്ട്. ആ നദിയുടെ പേരാണ് തമസ എന്ന്. അതാണ് ജാഹ്നവി. ജാഹ്നവി എന്ന് വെച്ചാൽ ജഹ്നു മഹർഷിയുടെ പുത്രിയാണ്. ജഹ്നുവിൻ്റെ ആശ്രമമൊക്കെ തട്ടിത്തെറിപ്പിച്ചപ്പോൾ ജഹ്നു ഗംഗാനദിയെ കുടിച്ചു വറ്റിച്ചു. അത് കഴിഞ്ഞിട്ട് ചെവിയിലൂടെ വിട്ടു എന്നൊക്കെ കഥകളുണ്ട്. ഭഗീരഥ പ്രയത്നത്തിൽ വരണ കഥയാണ്. ശ്രീ പരമേശ്വരൻ്റെ നെറുകയിൽ നിന്നും പുറത്തേക്ക് ഒഴുകി വന്ന നദിയുടെ, ഗംഗാനദിയുടെ അഹങ്കാരം കാരണമാണ് ഈ ജഹ്നു മഹർഷിയുടെ ആശ്രമമൊക്കെ നശിപ്പിച്ചത്. അപ്പോൾ ജഹ്നു കുടിച്ചു വറ്റിച്ചു. അതിനുശേഷം ജഹ്നുവിൻ്റെ ചെവിയിൽ കൂടെ പുറത്തേക്ക് വന്നതിന് ശേഷം ജാഹ്നവി നദി എന്ന് ഗംഗയ്ക്ക് മറ്റൊരു പേരും കിട്ടി. ജഹ്നുവിൻ്റെ പുത്രി, ജഹ്നു കന്യ എന്നൊക്കെ പറയാറുണ്ട്. ആ ജാഹ്നവി നദി ഒരു ഭാഗത്ത് കൂടെ വളരെ ശക്തമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഗംഗാനദി. അതിൻ്റെ സമീപത്ത് കൂടെ ഒഴുകുന്നതായ തമസാ നദിയുടെ തീരത്തേക്ക് ജാഹ്നവ്യാഹ തു അവിദൂരത തമസാ തീരം ജഗാമ. ജാഹ്നവി നദിയുടെ അധികം അകലെ അല്ലാതെ ആയിട്ട് ഒഴുകുന്നതായ തമസാ നദിയുടെ തീരത്തേക്ക്, തമസാ തീരം ജഗാമ, അവിടേക്ക് ചെന്നു. ഇനിയാണ് കഥയുടെ വരവ്, അതായത് ശ്രീരാമൻ്റെ കഥയുടെ വരവ് എന്താണ് എന്നാണ് വർണ്ണിക്കാൻ പോണത്. ഈ ഭാഗങ്ങളൊക്കെ, ഇതിലത്തെ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഈ രണ്ടാമത്തെ സർഗത്തിലാണ് മാ നിഷാദ എന്ന് തുടങ്ങുന്ന ആ ഭാഗം വരണത്. എന്നിട്ട് ആ നദീതീരത്തെത്തിയപ്പോൾ എന്താണ് ഉണ്ടായതെന്ന് പറയാണ് നാലാമത്തെ ശ്ലോകത്തിൽ. സതുതീരം സമാസാദ്യ തമസായാ മുനിസ്തദാ ശിഷ്യമാഹസ്ഥിതം പാർശ്വേ ദൃഷ്ട്വാ തീർത്ഥമകർദമം. സതു തമസായാഹ സതു മുനി തദാ. തദാ എന്ന് പറഞ്ഞാൽ അപ്പോൾ. എല്ലാ ശ്ലോകങ്ങളിലും തദാന്നും തഥാന്നും ഒക്കെ വരുന്നുണ്ട്. അപ്രകാരം, ആ സമയത്ത് എന്നൊക്കെ അർത്ഥം. അങ്ങനെ തമസാ നദിയുടെ തീരം ചെന്നപ്പോൾ, തീരത്തേക്ക് എത്തിയപ്പോൾ, സ മുനി, ആ മുനിയാകട്ടെ, വാൽമീകി മുനിയാകട്ടെ, തമസായാഹ തീരം സമാസാദ്യ തു, തമസാ നദിയുടെ തീരത്ത് ചെന്നെത്തിയിട്ട് എന്തു ചെയ്തു? പാർശ്വേ സ്ഥിതം ശിഷ്യം ആഹ, തൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നവനായ ശിഷ്യനോട് ഇപ്രകാരം പറഞ്ഞു. എന്ത് കണ്ടു? ആ നദിയുടെ അടുത്ത് ചെന്നപ്പോൾ അകർദമം തീർത്ഥം ദൃഷ്ട്വ. തീർത്ഥം എന്ന് പറഞ്ഞാൽ പുണ്യനദി, പുണ്യജലത്തിനെയാണ് തീർത്ഥം എന്ന് പറയാം. നമ്മളെ എല്ലാവരെയും ശുദ്ധീകരിക്കാൻ പ്രാപ്തിയുള്ളതായ ജലത്തിനെയാണ് പൊതുവെ തീർത്ഥം എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ടാണ് തീർത്ഥാടനം എന്നൊക്കെ പറയണത്. അമ്പലങ്ങളെ എല്ലാ തീർത്ഥം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ നദികൾ അല്ലെങ്കിൽ ഓരോ തടാകങ്ങൾ ഒക്കെ ഉണ്ടാവും ഓരോ വിശേഷപ്പെട്ട അമ്പലങ്ങളുടെ അടുത്ത്, ദേവാലയങ്ങളുടെ അടുത്ത്. അപ്പോൾ അതുകൊണ്ട് തീർത്ഥാടനം എന്നുള്ളത് കൊണ്ട് ഓരോ തീർത്ഥങ്ങളിലേക്കുള്ള സഞ്ചാരമാണ്. ദേവാലയങ്ങളിലേക്കുള്ള സഞ്ചാരവും അതിൻ്റെ കൂടെ നടക്കണമെന്ന് മാത്രം. അങ്ങനെ ഏറ്റവും ശുദ്ധമായിട്ടുള്ള, ഒട്ടും തന്നെ മാലിന്യം കലരാത്ത ജലത്തോടു കൂടിയതും, അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ഒരു ശുദ്ധി എന്ന് പറയുമ്പോൾ അവിടെ എടുത്ത് പറയുകയാണ് ആ കർദമം,
കർദമം എന്ന് പറഞ്ഞാൽ ചെളി എന്നാണ് അർത്ഥം. ചെളി വെള്ളമൊന്നുമല്ല ഒഴുകണത്, നല്ല തെളിഞ്ഞ വെള്ളമാണ്. അതാണ് അകർദമം തീർത്ഥം ദൃഷ്ട. ഒട്ടും ചെളി കലങ്ങാത്ത ചെളിവെള്ളമല്ല ഒഴുകുന്നത്, അങ്ങനെയുള്ളതായ തമസാ നദിയിലെ വെള്ളം കൂടി കണ്ടിട്ട്, തമസാ തീരത്തെത്തി അകർദമം തീർത്ഥം ദൃഷ്ട, ഒട്ടും ചെളി പുരളാത്ത വെള്ളം കൂടി കണ്ടിട്ട് മുനി എന്താ ചെയ്തത്? പാർശ്വേ സ്ഥിതം ശിഷ്യം ആഹാ, തൻ്റെ അടുത്ത് നിൽക്കുന്നവനായ ശിഷ്യനോട് ഇപ്രകാരം പറഞ്ഞു. എന്താണ് മുനി പറഞ്ഞത് എന്നുള്ളത് അടുത്ത ശ്ലോകത്തിൽ, 5-ാമത്തെ ശ്ലോകത്തിൽ പറയാണ്. അകർദമമിദം തീർത്ഥം ഭരദ്വാജ നിശാമയ രമണീയം പ്രസന്നാംബു സന്മനുഷ്യമനോ യഥാ. നോക്ക് ഭരദ്വാജ, എത്ര തെളിഞ്ഞ വെള്ളമാണ് ഈ തമസാ നദിയിലുള്ളത്. അപ്പം ശിഷ്യൻ ആരാണെന്ന് മനസ്സിലായി. ഭരദ്വാജ കുലത്തിൽ പിറന്ന ഒരു ശിഷ്യനാണ്. പേരെടുത്ത് പറയണില്ല, കുലമാണ് പറഞ്ഞിരിക്കുന്നത്. ഹേ ഭരദ്വാജ, അല്ലയോ ഭരദ്വാജ, നിശാമയ. നിശാമയ എന്ന് വെച്ചാൽ കാണൂ എന്നാണ് അർത്ഥം. നിശാമ്യ എന്ന് പറഞ്ഞാൽ കണ്ടിട്ട്, നിശമ്യ എന്നുള്ളതിന് കേട്ടിട്ട് എന്നാണ് അർത്ഥം. അപ്പം നിശാമയ എന്ന് ശകാരത്തിന് ദീർഘമുണ്ടെങ്കിൽ കാണൂ, കണ്ടാലും. എന്താണ് കാണേണ്ടത്? ശിഷ്യനോട് പറയാണ്, അകർദമം ഇതം തീർത്ഥം നിശാമയ. ഒട്ടും കലങ്ങിയ വെള്ളമില്ലാത്ത ആ തമസാ നദി, ഇതായി നമ്മുടെ മുമ്പിൽ കാണുന്നതായ തമസാ നദിയിലേക്കൊന്ന് നോക്കൂ. വലിയൊരു നല്ല വീതി നീളമൊന്നുമുള്ള നദിയൊന്നും ആയിരിക്കില്ല. ഗംഗയുടെ ഒരു ചെറിയ കൈവഴിയൊക്കെ തന്നെ ആവണം, പക്ഷെ അതിൽ കലക്ക വെള്ളമൊന്നുമല്ല. ചെറിയൊരു തോട് പോലത്തെ, കുറച്ചും കൂടി ഒരു വലിയ തോട് എന്ന് മാത്രമേ പറയാനുണ്ടാവുള്ളൂ. വലിയ നദിയൊന്നും ആയിക്കൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ ഇങ്ങനെ പറയാൻ പറ്റില്ല. കലക്ക വെള്ളം ഇല്ലാത്ത നദിയാണെന്നൊക്കെ ഒറ്റ നോട്ടം കൊണ്ട് പറയണമെന്നുണ്ടെങ്കിൽ അത്ര വലിപ്പമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഭരദ്വാജനോട് പറയാണ്, നോക്കൂ അല്ലയോ ഭരദ്വാജ, അകർദമം ഇതം തീർത്ഥം. ഈ വെള്ളത്തിൽ ഒട്ടും തന്നെ ചെളിയില്ല കേട്ടോ, നല്ല തെളിഞ്ഞ വെള്ളമാണ്. അത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരികയാണ്. എന്താ ഓർമ്മ വരണത്? രമണീയം പ്രസന്നാംബു, നല്ല തെളിഞ്ഞ സുന്ദരമായിട്ടുള്ള വെള്ളം. രമണീയം സുന്ദരമായിട്ടുള്ളത്, അടി ഇങ്ങനെ കാണുന്നത്. പ്രസാദം എന്ന് പറഞ്ഞാൽ അതാണ്, പ്രസന്നാംബു അടി കാണുന്നത്. അടിഭാഗത്തുള്ള കല്ലും ഇലകളും ഒക്കെ കിടക്കണത് കാണാം. ഒട്ടും കലക്കമില്ലാത്തത് കൊണ്ട്, ചെളിയില്ലാത്തത് കൊണ്ട് ആരും അതിലേക്ക് ഇറങ്ങിയിട്ടുമില്ല, കലങ്ങിയിട്ടുമില്ല. അങ്ങനെ തെളിഞ്ഞ വെള്ളമാണ് ആ തമസയിൽ കൂടെ ഒഴുകുന്നത്. അത് ഏതുപോലെയാണ്? യഥാ സന്മനുഷ്യമന, നല്ല സജ്ജനങ്ങളുടെ മനസ്സുപോലെ. എന്തൊരു കാര്യവും തട്ടി അതിൽ പ്രതിഫലിക്കും. ചെളിവെള്ളത്തിലൊന്നും പ്രതിഫലിക്കില്ല. പക്ഷേ ഈ തമസാ നദിയിലെ വെള്ളത്തിൽ നോക്കുമ്പോഴേക്കും നമ്മളെ തന്നെ കാണണു. എത്ര തെളിഞ്ഞ വെള്ളമാണ് നോക്കൂ. സജ്ജനങ്ങളുടെ മനസ്സുപോലെ തെളിഞ്ഞ വെള്ളമാണ് ഈ തമസാ നദിയിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള അകർദമം ഇതം തീർത്ഥം നിശാമയ സന്മനുഷ്യമനോ യഥാ സന്മനുഷ്യമന തഥാ അപ്രകാരം രമണീയം പ്രസന്നാംബു അകർദമം ഇതം തീർത്ഥം ഹേ ഭരദ്വാജ നിശാമയ. അങ്ങനെയല്ല, ഈ തെളിഞ്ഞ വെള്ളമുള്ള ഈ തമസാ നദി ഒന്ന് കാണൂ ഭരദ്വാജ എന്ന് പറഞ്ഞിട്ട് അടുത്ത ശ്ലോകം പറയാണ്. ന്യസ്യതാം കലശസ്താത ദീയതാം വൽക്കലം മമ ഇതമേവാവഗാഹിഷ്യേ തമസാ തീർത്ഥമുത്തമം. വളരെ എളുപ്പമുള്ള ശ്ലോകങ്ങളാണ്, പഠിക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല, അർത്ഥബോധം ഉണ്ടാവാനും അത്രയും ബുദ്ധിമുട്ടില്ല. എന്നിട്ട് ശിഷ്യനാണ് കൂടെ വന്നിട്ടുണ്ടല്ലോ, കുളിക്കാൻ പോകുമ്പോൾ ഗുരുക്കന്മാരുടെ കൂടെയൊക്കെ ശിഷ്യന്മാരും പോവും. അപ്പോൾ ശിഷ്യനോട് പറയാണ്, എന്താണ്, ഹേ ശിഷ്യ, അല്ലയോ ഭരദ്വാജ, കലശ ന്യസ്യതാം, താത എന്നാണ് വിളിക്കുന്നത്. താത എന്നുള്ളതിന് വത്സല ശിഷ്യ, അല്ലയോ ശിഷ്യ, നീ എന്ത് ചെയ്യണം? കലശ ന്യസ്യതാം മമ വൽക്കലം ദീയതാം. ഈ കുടം ഇതിൻ്റെ തീരത്ത് വച്ചോളൂ കേട്ടോ. ഈ തീരത്തും വലിയ ചെളിയൊന്നുമില്ല. അങ്ങനെ ചെളിയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കൂടെ ഇറങ്ങി നടക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവിടെ അങ്ങനെയുള്ള ചെളി പുരളാത്തൊരു സ്ഥലമാണ് തമസ എന്ന് പറഞ്ഞാൽ നദിയുടെ തീരം. തമസ് എന്ന് പറഞ്ഞാൽ ഇരുട്ടാണെങ്കിലും ഒട്ടും തന്നെ തമസ്, ചെളി, ഇരുട്ടൊന്നും ബാധിക്കാത്തതായ തെളിഞ്ഞ വെള്ളമുള്ള നദിയാണ്. അപ്പോൾ അതിൻ്റെ തീരത്ത് ആ കുടം വെച്ചോളൂ. ഇതിൽ വെള്ളം മുക്കി കൊണ്ടുപോകാനാവായിരിക്കും. കുടം കൊണ്ടുവന്നിട്ടുണ്ട്, ആ കുടം തീരത്ത് തന്നെ വെച്ചോളൂ. ന്യസ്യതാം കലശ, മാത്രമല്ല മമ വൽക്കലം ദീയതാം, എനിക്ക് ചുറ്റാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതായ വൽക്കലം, മരവുരി ഉണ്ടല്ലോ, അതും ഇവിടെ വച്ചോളൂ. ഞാനിപ്പോൾ എന്തു ചെയ്യാൻ പോവാണ്? ഇതം ഉത്തമം തമസാതീർത്ഥം അഹം അവഗാഹിഷ്യേ. ഈ ഉത്തമമായിട്ടുള്ള തമസാജലത്തിൽ, തമസാ നദിയിലെ വെള്ളത്തിൽ ഞാനിതാ മുങ്ങി കുളിക്കാൻ പോവുകയാണ്. വെറുതെ സന്ധ്യാവന്ദനത്തിനായിട്ട് വന്ന മുനിക്ക് ആ വെള്ളത്തിലിറങ്ങി കുളിക്കാൻ നല്ല മോഹമായി. അത്രയ്ക്ക് തെളിഞ്ഞ വെള്ളം.
നല്ല ശുദ്ധമായ വെള്ളം കണ്ടിട്ട് പറയാണ്, ഇതം തമസാതീർത്ഥം ഉത്തമം തത്ര അവഗാഹിഷ്യേ. ഞാനിതാ വെറുതെ കയ്യും കാലും നനച്ചു പോവുമല്ല, അവഗാഹനം ചെയ്യാൻ പുറപ്പെടുകയാണ്, മുങ്ങി കുളിക്കണം എന്ന ആഗ്രഹമുണ്ട് എന്നർത്ഥം. അത് കേട്ടപ്പോൾ ശിഷ്യൻ എന്താ ചെയ്തത് എന്നുള്ളത് അടുത്ത ശ്ലോകത്തിൽ 7ാമത്തെ ശ്ലോകത്തിൽ പറയാണ്. അതും കൂടി ഇന്ന് നോക്കാം. ഏവമുക്തോ ഭരദ്വാജോ വാൽമീകേന മഹാത്മനാ പ്രായച്ഛത മുനേസ്തസ്യ വൽക്കലം നിയതോ ഗുരോ. അങ്ങനെ ആ ഭരദ്വാജൻ ഇത് കേട്ടിട്ട് എന്ത് ചെയ്തു? ഏവമുക്ത ഭരദ്വാജ വാൽമീകേന മഹാത്മന ഏവമുക്ത ഭരദ്വാജ. വാൽമീകി മഹാത്മാവിനാൽ, തൻ്റെ ഗുരുവായിട്ടുള്ള വാൽമീകിയാൽ, ഏവം ഇപ്രകാരം, ഉക്ത പറയപ്പെട്ടവനായ ഭരദ്വാജ മുനി, അദ്ദേഹവും മുനിയാണ്, എന്നാൽ വാൽമീകിയുടെ ശിഷ്യനാണെന്നേ ഉള്ളൂ. അദ്ദേഹം എന്ത് ചെയ്തു? തസ്യ മുനേഹേ വൽക്കലം ഗുരോഹോ തസ്യ മുനേഹേ വൽക്കലം പ്രായച്ഛത. നിയത ഭരദ്വാജ, നിയത എന്നുള്ളത് കൊണ്ട് നിയന്ത്രിക്കപ്പെട്ടവനായ, അതായത് വിനയവാരിത വൃത്തിയാണ്. വിനയം കൊണ്ട് തൻ്റെ പ്രവൃത്തികൾക്കൊക്കെ വളരെ നിയന്ത്രണം ഏർപ്പെടുത്തിയവനാണ്. ഗുരു എന്തെങ്കിലും പറയുമ്പോഴേക്കും തോന്നിയത് അങ്ങോട്ട് ചെയ്യുക, എടുത്തു ചാടി ഓരോന്നും ചെയ്യുക, ഒന്നുമില്ല. വളരെ നിയതേന്ദ്രിയനാണ്. പറഞ്ഞത് കേട്ട് എന്താണോ വയ്ക്കണം എന്ന് പറഞ്ഞത് അത് അതേ പ്രകാരം വെച്ചു. കുടം തീരത്ത് വച്ചു, വൽക്കലങ്ങൾ ഗുരുവിന് കൊടുക്കും ചെയ്തു. അതാണ് നിയതഃ. ഗുരോഹോ തസ്യ മുനേഹേ വൽക്കലം പ്രായച്ഛത. തൻ്റെ ഗുരുവായിട്ടുള്ള ആ മുനിയുടെ വൽക്കലം മുനിയുടെ കയ്യിൽ കൊടുത്തു, കുടം തീരത്ത് വയ്ക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്താണ് ഉണ്ടായത് എന്നുള്ളത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഇന്നത്തെ ഈ 7 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലി നോക്കാം. നാരദസ്യ തു തദ്വാക്യം ശ്രുത്വാ വാക്യവിശാരദ പൂജയാമാസ ധർമാത്മാ സഹ ശിഷ്യോ മഹാമുനിം. യഥാവത് പൂജിതസ്തേന ദേവർഷിർനാരദസ്തഥാ ആവൃച്ഛൈവാഭ്യനുജ്ഞാത സജഗാമ വിഹായസം. സമുഹൂർത്തം ഗതേ തസ്മിൻ ദേവലോകം മുനിസ്തദാ ജഗാമ തമസാ തീരം ജാഹ്നവ്യാസ്ത്വവിദൂരത. സതു തീരം സമാസാദ്യ തമസായാ മുനിസ്തദാ ശിഷ്യമാഹസ്ഥിതം പാർശ്വേ ദൃഷ്ട്വാ തീർത്ഥമകർദ്ദമം. അകർദ്ദമമിദം തീർത്ഥം ഭരദ്വാജ നിശാമയ രമണീയം പ്രസന്നാംബു സന്മനുഷ്യമനോ യഥാ. ന്യസ്യതാം കലശസ്താദ ദീയതാം വൽക്കലം മമ ഇദമേവാവഗാഹിഷ്യേ തമസാ തീർത്ഥമുത്തമം. ഏവമുക്തോ ഭരദ്വാജോ വാൽമീകേന മഹാത്മനാ പ്രായച്ഛത മുനേസ്തസ്യ വൽക്കലം നിയതോ ഗുരോ. അങ്ങനെ ഗുരു പറഞ്ഞതനുസരിച്ച് ശിഷ്യനെല്ലാം ചെയ്തു കൊടുത്തു. അടുത്തതായിട്ട് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് അടുത്ത ദിവസം നോക്കാം. സുന്ദരമായിട്ടുള്ള 7 ശ്ലോകങ്ങളും ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.